ഇന്ത്യൻ ദേശീയ പതാക ഡിസൈൻ ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ജെ.ബി. കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനമെടുത്ത മൗണ്ട് ബാറ്റൺ തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15 ആയിരിക്കണം എന്നു തീരുമാനിച്ചത്. ഈ ദിനം തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണം എന്തായിരുന്നു? മൗണ്ട് ബാറ്റന്റെ പട്ടാള ജീവിതത്തിലെ വഴിത്തിരിവും ഏറ്റവും വലിയ നേട്ടവുമായിരുന്നു ബർമയിൽ വെച്ച് ജപ്പാൻ പട്ടാളം മൗണ്ട് ബാറ്റനു മുൻപിൽ പരാജയം സമ്മതിച്ചത്. ആ ദിവസം ആഗസ്റ്റ് 15 ആയിരുന്നു. സ്വാതന്ത്ര്യം പിടിച്ചെടുക്കുക തന്നെ വേണം, അതിനുവേണ്ടി യാചിച്ചിട്ടു കാര്യമില്ല. ഏതു നേതാവിന്റെ വാക്കുകളാണിത്? ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെട്ടിരുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം രചിച്ചതാര്? വി.ഡി. സവർക്കർ. ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് പെട്ടെന്ന് നിർത്തിവെച്ചത് ഏതു പ്രക്ഷോഭമാണ്? നിസ്സഹരണ പ്രസ്ഥാനം. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് മൗണ്ട് ബാറ്റൺ. ബംഗാൾ വിഭജന കാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മുടെ ദേശീയ പതാക ആദ്യമായി അംഗീകരിക്കപ്പെട്ടതെന്ന്? 1947 ജൂലൈ 22. ടാഗോർ തനിക്ക് ലഭിച്ച പ്രഭു പദവി തിരിച്ചേൽപ്പിച്ചത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഏതു നടപടിയിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെ? മോത്തിലാൽ നെഹ്റുവും സി.ആർ. ദാസും. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്?
മൗലാന അബ്ദുൽ കലാം ആസാദ്. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി. അരവിന്ദ് ഘോഷ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ഭഗത് സിംഗ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് മുദ്രാവാക്യമായി ആദ്യം ഉപയോഗിച്ചതാര്? ഭഗത് സിംഗ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ നേതാവ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നു പറഞ്ഞതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്നതാര്? സരോജിനി നായിഡു. സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. ന്യൂ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാര്? ആനി ബസന്റ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചതാര്? ഗാന്ധിജി.